ബഹുമാനപ്പെട്ട മേയറിന്റെ BJPയുടെയും ഒരു അതിബുദ്ധിയായിരുന്നു ഇന്നിവിടെ കൗൺസിൽ നടക്കുന്നത് രേഖപ്പെടുത്തൽ എന്നുള്ളത്. ആ രേഖപ്പെടുത്തലാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തത് അവർ ഓടി വന്ന് കൗൺസിൽ നടന്നതായി പ്രഖ്യാപിച്ചു. കൗൺസിൽ ബുക്കിൽ ഒപ്പിട്ടില്ല. ഇത് മനസ്സിലാക്കിയ UDF അംഗങ്ങൾ കൗൺസിൽ ബുക്കിൽ ഒപ്പിട്ടപ്പോൾ പ്രകോപിതരെ ഓടി വന്ന ചെമ്പരന്തി എന്ന തേർഡ് റേറ്റ് റാസ്കൽ അവൻ ഈ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞാനടക്കമുള്ള ആൾക്കാരെ പിടിക്കുകയും വനിതാ കൗൺസിലർമാരുടെ കയ്യിൽ നിന്ന് ആ മിനിറ്റ്സ് ബുക്ക് പിടിച്ച് ചെയ്തു. അവരുടെ പ്ലാൻ സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിട്ടാൽ അവരുടെ കാര്യം മനസ്സിലാവും. എന്നിട്ട് വനിതകളായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞ അസഭ്യം ചൂടുവെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. അവരൊക്കെ അതിന് വീട്ടിൽ കാണിക്കാം. അവരുടെ ആ സംസ്കാരം ഇവിടെ നമ്മളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പെങ്ങന്മാരത്തെ നമ്മൾ ഉണ്ടായിരിക്കുമോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യമായിട്ട് അവർ വീട്ടിൽ ഇരുന്നോണം, പാർട്ടി ഓഫീസിന് ശാഖയിൽ ഇരുന്നോണം. ഇവിടെ വന്ന് നമ്മുടെ പെങ്ങന്മാരെ അടിക്കാൻ വന്ന കയറി പിടിക്കാൻ വന്ന അതിന് എല്ലാവരും നിയമ നടപടി നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ മിനിറ്റ്സ് ബുക്ക് എവിടെയാണ്? ഞാൻ മിനിറ്റ്സ് ബുക്ക് നിങ്ങൾ അന്വേഷിച്ച് നോക്കും. മിനിറ്റ്സ് ബുക്ക് അവന്മാർ കയറി. നിങ്ങൾ മിനിറ്റ്സ് ബുക്ക് എവിടെ അന്വേഷിച്ച് നോക്കും. ഈ കഴിഞ്ഞ ഒപ്പുള്ള സുഗതൻ വിഷയത്തിൽ ഇനി കോടതിയിൽ സ്റ്റാൻഡിംഗ് ആണെങ്കിൽ മിനിറ്റ്സ് ബുക്ക് അവർ കീറി ഇല്ല. മിനിറ്റ്സ് ബുക്ക് അവന്മാർ കീറി. ഇപ്പം നിങ്ങളെല്ലാം ഷൂട്ട് ചെയ്തല്ലേ, നമുക്ക് ഇതിൻ്റെ ആവശ്യം വല്ലതും നമ്മൾ മര്യാദയോടെ വന്നതാണ്. ഇത് സുഗതന് വേണ്ടി അറ്റൻഡൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മേയർ വന്ന് അലങ്കോലമാക്കി. അതിനുശേഷം ഈ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിടുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഇവർക്കത് മനസ്സിലായി കളി പാടിയെന്നുള്ളത്. അപ്പോഴാണ് ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ഈ നാട്ടിലെ കൊച്ചു പിള്ളേരുടെ സ്കൂളിൽ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന തേർഡ് റേറ്റ് എംബോക്കി അൺപാർലമെന്ററി വാക്ക് ഉപയോഗിക്കുകയാണ് വന്ന് നമ്മുടെ വനിതാ കൗൺസിലർമാരെ അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് മിനിറ്റ്സ് ബുക്ക് എടുത്ത് പിടിച്ചു മാറ്റുകയും ചെയ്തു. അതൊന്നും കണ്ടോണ്ടിരിക്കേണ്ട അവസ്ഥ നമുക്കില്ല. അതായത് ആരാക്രമിച്ചവരെല്ലാം കൂടെ വിശ്വസിച്ചു. അതേതാണ് ഷർട്ട് തമ്മിലുണ്ടല്ലോ, സ്ത്രീകൾ കയറിയതായിരിക്കും അവരുടെ സ്വഭാവം കാരണം. അറിയല്ലോ, അവരുടെ ഷർട്ടങ്ങൾ കയറി അന്വേഷിച്ച് നോക്കിയാണ്. അവിടെ വന്ന് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഇവർക്ക് ഏത് സംസ്കാരമാണ്? ഇതാണോ ആർഷഭാരത സംസ്കാരം? അറ്റാക്ക് ചെയ്യാണ്. അറ്റാക്ക് ചെയ്ത് ഇത് നിങ്ങൾ ഇത്രയും ചാനലല്ലേ? ഷർട്ട് ആരും ഉദയന്റെ ഷർട്ട് ഉദയൻ തന്നെ ഊരി. ഈ മിനിറ്റ്സ് ബുക്കിംഗ് ഉദയൻ തന്നെ കയറിയിട്ട് കാരണം നമ്മുടെ സ്ത്രീകളെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ പറയാനുള്ളത് പറയും. അവരെ ചെറുത്ത് നിൽക്കും. അവരൊക്കെ അവൻ്റെ സംസ്കാരം കാണിക്കുകയാണ്. എനിക്ക് അവിടുത്തെ വനിതാ മെമ്പറെ ആലോചിച്ച് വിഷമം വരുവാണ്. കാരണം അവർ നിങ്ങൾ നിർത്താൻ വേണ്ടി നിർത്തുന്നില്ല. അങ്ങനെയുള്ള വിത്തുകാലകളൊന്നും ഇങ്ങനെയുള്ള ആവശ്യം നമുക്കില്ല. തീർച്ചയായിട്ടും സംശയമുണ്ടോ? അങ്ങനത്തെ വിത്തുകാലകൾ ഈ കോർപ്പറേഷന് വേണ്ട. ഈ നാടിന് ഈ സംസ്കാരത്തിന് ശരിയല്ല.